രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭാ പ്രവേശം ഉറപ്പായതു മുതൽ ആലപ്പുഴ DCC ഓഫീസിൽ പാർട്ടി പ്രവർത്തകരുടെ തിരക്കായിരുന്നു. പ്രതീക്ഷിച്ചതിലും ഏറെ വൈകിയാണ് ചെന്നിത്തല എത്തിച്ചേർന്നതെങ്കിലും പ്രവർത്തകരുടെ ആവേശത്തിന് കുറവുണ്ടായില്ല. പാർട്ടിയെയും മുന്നണിയെയും വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുമെന്നും അടുത്ത വർഷം UDF-ന്റെ വസന്ത കാലഘട്ടമായിരിക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. 2014 UDF-ന് ഒരു വസന്തകാലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. DCC-യിൽ നിന്ന് രമേശ് ചെന്നിത്തല എത്തിയത് ഹരിപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ. ഇവിടെയും പ്രവർത്തകർ ആവേശത്തോടെയാണ് പ്രിയ നേതാവിനെ സ്വീകരിച്ചത്. പിന്നീട് ചെന്നിത്തലയിലെ കുടുംബ വീടായ കോട്ടൂർ കിഴക്കേത് വീട്ടിലേക്ക് ചെന്നിത്തല എത്തി. പ്രവർത്തകരും നാട്ടുകാരും മധുരം വിതരണം ചെയ്ത് ആഹ്ലാദം പങ്കുവച്ചു. സത്യം ഇന്നലെ രാത്രി ഈ ന്യൂസ് കണ്ടപ്പോൾ പോലെ ഞങ്ങൾ കിടന്നങ്ങ് എന്തോ ചെയ്താലും ഒക്കെന്നുള്ള അറിയില്ല. അത്രയ്ക്ക് സന്തോഷം. സ്വദേശത്തെത്തിയ സന്തോഷം ചെന്നിത്തലയും മറച്ചുവെച്ചില്ല. തീർച്ചയായും നാട്ടിൽ വന്ന വലിയ സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ആളുകൾ, എനിക്ക് ഇഷ്ടമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടുകാർ, നിഷ്കളങ്കരായ ആളുകൾ, അവരുമായിട്ടുള്ള ഈ കുറച്ചുനേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. മാന്നാറിലെ കുടുംബക്ഷേത്രമായ മാടക്കൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് ചെന്നിത്തല സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്കായി തലസ്ഥാനത്തേക്ക് പുറപ്പെട്ടത്. മീഡിയ 1 ആലപ്പുഴ.